ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയാണ്. നിങ്ങൾക്ക് ലോ മെയിൻ്റനൻസ് കൊണ്ടു നടക്കാം. നല്ല റിലയബിളാണ്. വണ്ടിയുടെ സ്പെയർ പാർട്സ് കിട്ടും. റീസെയിൽ വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് ട്രിപ്പ് പോകണമെങ്കിൽ ട്രിപ്പ് പോവാം. എല്ലാം കൊണ്ടും. ഹേ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുസുക്കി സെൻ്റെ ഒരു കൊച്ചു റിവ്യൂ കേട്ടോ. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം 1 വർഷം ആവാറായി. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും ഈ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ ഇന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കവർ ചെയ്യാൻ പോകുന്ന ഈ വണ്ടിയുടെ ഹിസ്റ്ററി, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഇതിൻ്റെ റിലയബിലിറ്റി, ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റി, റീസെയിൽ വാല്യൂ, അങ്ങനെ ഇഷ്ടംപോലെ നമ്മൾ കവർ ചെയ്യും കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഷുഡ് യു ബൈ ഓർ നോട്ട് ആ ഒരു ടോപ്പിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ സെന്നിൻ്റെ. ഇപ്പോൾ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ 1993 മെയ് 21 സുസുക്കി നമ്മുടെ സെന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. സുസുക്കിയുടെ തന്നെ വേറെ മോഡലായ സുസുക്കി സീലോ എന്നൊരു വണ്ടിയുടെ പ്ലാറ്റ്ഫോമിലാണ് സുസുക്കി സെന്ന് നമ്മുടെ ഇന്ത്യയിൽ ഇറക്കിയത്. പിന്നെ പലരും കരുതിയേക്കാണ് സെന്നിൻ്റെ അർത്ഥം സീറോ എഞ്ചിൻ നോയ്സ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ശരിക്കും സെന്നിൻ്റെ അർത്ഥം എന്തോ ബുദ്ധൻ്റെ അങ്ങനെ സംഭവമാണ്. അതായത് കാമാൻ ക്വയറ്റ് ആയിട്ടിരിക്കും, പക്ഷെ ഭയങ്കര പവർഫുള്ളാണ്. അതാണ് സെന്നിൻ്റെ അർത്ഥം. ഇതിൽ കൂടുതൽ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയാണ് സംഭവം. പിന്നെ വണ്ടിയുടെ വേരിയൻസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് വേരിയൻസ് ഉണ്ട് കേട്ടോ. ഏകദേശം 8ഓളം വേരിയൻസ് ഉണ്ട്. അതിൽ തന്നെ LX, LXI, VX എന്നുള്ള വേരിയൻസും വരുന്നുണ്ട്. വേരിയൻസ് ഏതൊക്കെയെന്ന് വെച്ചാൽ ടൈപ്പ് 1 കാർബറേറ്റർ MPFI ഉണ്ട്, ടൈപ്പ് 2 കാർബറേറ്റർ MPFI ഉണ്ട്. പിന്നെ അതിൽ തന്നെ സെന്ന് ക്ലാസിക് എന്ന് പറയുന്ന മോഡലുണ്ട്. പിന്നെ അതിൽ തന്നെ റെയർ ആയിട്ടുള്ള മോഡൽസാണ് സെന്ന് കാർബൺ, സെൻ സ്റ്റീൽ. ഈ പറഞ്ഞ ക്ലാസിക്കും റെയർ മോഡൽ കേട്ടോ. പിന്നെ ഉള്ള മോഡലാണ് സെൻ എസ്റ്റിലോ എന്ന് പറയുന്നത്. പക്ഷേ സെൻ എസ്റ്റിലോ അത് അത്ര വലിയ വിജയം കൈവരിച്ചില്ല കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞത്. കാരണം ഈ സെൻ എന്ന് പറയുമ്പോൾ യൂത്ത് ഐക്കൺസിന് വേണ്ടി നിർമ്മിച്ചൊരു പ്രത്യേകം വണ്ടിയാണ് അത്. പക്ഷേ അതെന്ന് പറയുമ്പോൾ ഈ മറ്റേ അച്ഛന്മാർക്കൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് വണ്ടിയാണ് മറ്റേ സെൻ എസ്റ്റിലോ എന്ന് പറയുന്നത്. അടിപൊളി കാറാണ് കേട്ടോ. പക്ഷേ അടിപൊളി കാർ, സൂപ്പർ കാറാണ്. പക്ഷേ നമ്മുടെ ഈ സെന്നിൻ്റെ സ്പോർട്ടി ലുക്കൊന്നും ആ വണ്ടിക്കില്ല. പിന്നെ സെന്നിൻ്റെ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 1 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 16 വാൽവ് കേട്ടോ. പിന്നെ ചില റെയർ മോഡൽസിൽ 12 വാൽവ് പറയുന്നുണ്ട്. 12 വാൽവ് ശരിക്കും കുറഞ്ഞ മോഡലാണ്. ഇത് 16 വാൽവാണ് എഞ്ചിൻ. ഏകദേശം 50 ഹോഴ്സ് പവർ ഉണ്ട് കേട്ടോ. പിന്നെ 78 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ കയറ്റൊക്കെ സുഖമായിട്ട് കയറിപ്പോകും. പിന്നെ ഇതിനകത്ത് എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആയി തോന്നി വരുന്നത് സുസുക്കി ഒരു മെനകെട്ട പരിപാടി കാണിച്ചിട്ടുണ്ടായിരുന്നു. സെന്ന് MPFIയിൽ ഒരു 12 ഇഞ്ച് വീൽസാണ് കൊടുത്തത്. അത് ഈ ഓട്ടോയിലൊക്കെ വരുന്ന സാധനം. പക്ഷേ സെന്ന് കാർബറേറ്റർ മോഡൽസിൽ 13 ഇഞ്ചാണ് ശരിക്കും സെന്നിന് കറക്റ്റ് സൈസ്. 12 ഇഞ്ച് ഷോക്കാണ് സത്യം പറയുക. ഒന്നാമത്തെ കാര്യം ഗ്രിപ്പ് കുറവാണ്. പിന്നെ നമ്മൾ വണ്ടിക്ക് എന്താ പറയുക, വളയ്ക്കൂല ഇങ്ങനെ വീശിയെടുക്കാൻ നേരത്ത് ഇങ്ങനെ കിടന്ന് ആട് ഈ 12 കട കഴിയുമ്പോൾ. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ സ്റ്റെപ്പിനി വീലായിട്ട് കടന്നായിരുന്നു ഈ 13 ഇഞ്ച്. ഇപ്പോൾ 13 ഇഞ്ച് ഞാൻ മൊത്തം ആക്കുകയാണ് ഇനി. പിന്നെ സെന്നിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഫീലാട്ടോ. നമ്മൾ മാരുതി 800 ഓട്ടോ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രസമാണ് ഓടിക്കുക. കാര്യം വെച്ചാൽ 1 ലിറ്റർ എഞ്ചിനാണ്. പിന്നെ എൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ, സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇരുന്ന് ഓടിക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു പക്ക സ്പോർട്ടി ഫീലിംഗ് ആണ് അത് ഇരിക്കാൻ നേരത്ത്. പിന്നെ ഓൾട്ടോയും 800 വെച്ച് കമ്പയർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ആ സെഗ്മെൻറ്റ്സിലുള്ള വണ്ടികളാണ്. പക്ഷേ സെന്ന് കുറച്ചുകൂടി പവർഫുൾ ആട്ടോ. 1 ലിറ്റർ ആയതുകൊണ്ട് തന്നെ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഓട്ടോനൊക്കെ കുറച്ചും കൂടി സൈസ് കൂടുതലാണ് സെന്നിന്. പിന്നെ ഇതിൻ്റെ ഫാമിലിയിലുള്ള എൻജിൻസ് വരുന്ന വണ്ടിയാണ് എസ്റ്റീമും ബലേനും. പക്ഷേ എസ്റ്റീമും ബലേനും ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓവറോൾ ബെറ്റർ സെന്നാന്ന് ഞാൻ പറയുള്ളൂ. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റി സിമ്പിളാണ്. പിന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജ് എനിക്ക് ഏകദേശം 20 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടുന്നു കേട്ടോ. ഒരു ആവറേജ് 15 to 17 ഉറപ്പായിട്ടും കിട്ടും. എസ്റ്റീം വെച്ച് നോക്കുമ്പോൾ 10 കിട്ടുള്ളൂ. ബലേന് വെച്ച് നോക്കുമ്പോൾ 8, 6 ഇങ്ങനെയൊക്കെ പോകും. പിന്നെ സ്പെയർ പാർട്സിന് ഭയങ്കര വിലയാണ്, കൊണ്ടുനടക്കാനും പാടാണ്. പക്ഷെ നമുക്കൊരു സാധാരണ സ്റ്റുഡൻറ്റ് അങ്ങനെയുള്ള ആൾക്കാർക്ക് സെന്ന് അടിപൊളിയാണ്. കാര്യം സ്പെയർ പാർട്സ് ഇട്ട് സ്പെയറിന് വലിയ വിലയില്ല, നല്ല രസമാണ് കൊണ്ടുനടക്കാൻ. അല്ലാതെ ചില മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കാണാൻ വേറെ ലെവൽ ലുക്കാട്ടോ. പിന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ് ഇതിനകത്ത് വരുന്നത്. സ്പീഡോമീറ്ററിൽ RPM മീറ്റർ കാര്യങ്ങളൊന്നും വരുന്നില്ല. ട്രിപ്പ് മീറ്റർ ഉണ്ട് കേട്ടോ. ട്രിപ്പ് മീറ്റർ ഉണ്ട് നമുക്ക്. പിന്നെ സാധാരണ നോർമൽ വണ്ടി കാണുന്ന പോലെ പിന്നെ വണ്ടി ടെമ്പറേച്ചർ, ഫ്യൂവലിൻ്റെ ഇതൊക്കെ. ഇതെന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, ഇന്ത്യയിൽ ഇഷ്ടമുള്ളത് ഇവിടുത്തെ ഈ ഡാഷ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ല അടിപൊളിയാണ്. ഇവിടെ നമുക്ക് എൻ്റെ എയറിൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കൂള്, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണേ. പിന്നെ ഇത് പുറത്തുനിന്ന് തന്നെ കാറ്റിൻ്റെ ഇത് കൺട്രോൾ ചെയ്യണേ. പിന്നെ ഇത് നമ്മുടെ ഫാനിൻ്റെ പവർ. ഇവിടെയാണ് AC ബട്ടൺ വരുന്നത്. പിന്നെ ഇത് നൈസാട്ടോ. ഇതൊക്കെ ഒരു ഡാഷ് ഉണ്ട്, കുഞ്ഞു ഡാഷ്, നൈസ് ഡാഷ് ആയിട്ടത്. പിന്നെ ഇവിടെ എൻ്റെ വണ്ടി കിട്ടിയപ്പോൾ സിഗരറ്റ് ലൈറ്ററാണ് ഇരുന്നത്. ഇത് നമ്മൾ ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാം. പക്ഷേ എൻ്റെ ഇപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടില്ല. പിന്നെ ഒരു ബേസിക് എൻ്റെ വണ്ടിയിൽ ആരാണ് മാറ്റി വെച്ചിട്ട് ഇതല്ല ഒറിജിനൽ വേറെ ടേപ്പ് റെക്കോർഡ് പോലത്തെ സാധനമാണ് സെല്ല് വരുന്നത്. അതൊക്കെ ആൾക്കാർ ഇപ്പോഴും യൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ചിലതൊക്കെ കാണാറുണ്ട് ഈ ബ്ലൂടൂത്ത് ഒക്കെ കയറ്റി. അത് അടിപൊളി സാധനമാണ്, സൂപ്പർ സാധനമാണ് തന്നെ. പിന്നെ ഒരു ഗ്ലൗ ബോക്സ്, നമുക്ക് സാധനങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വണ്ടി LX ആയതുകൊണ്ട് ഇതിൽ പവർ വിൻഡോ കാര്യങ്ങളൊന്നുമില്ല. VXI വേരിയൻറ്റിൽ പവർ വിൻഡോ വരുന്നത് കേട്ടോ. 2 സൈഡ് മാത്രമേ ഉള്ളൂ പക്ഷേ പവർ വിൻഡോ. പക്ഷേ ചിലവരൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ബാക്കിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ബാക്കിൽ ഇൻസ്റ്റാൾ ചെയ്തത് ആഫ്റ്റർ മാർക്കറ്റ് ശരിക്കും കൊള്ളില്ല എത്തി പഠിക്കാം. വൈൻഡറൊക്കെ ഷോക്കായിരിക്കും. അല്ലെങ്കിൽ നല്ല കമ്പനി നോക്കി മേടിക്കണം. അത്യാവശ്യം നല്ല പൈസയും മുട്ടു കേട്ടോ. പിന്നെ സെന്നിൻ്റെ കൂടിയ മോഡൽസിൽ ഇത് വരുന്നുണ്ട്, എന്നാ ഡീഫോഗർ വരുന്നുണ്ട്.
പിന്നെ ഒരു സെന്നിൽ ഞാൻ കണ്ടിട്ടില്ല ഇവിടെയൊക്കെ ശരിക്കും ക്ലോക്ക് ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. പക്ഷേ ഒരു സെല്ലിലും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ക്ലോക്ക് ഇൻബിൽഡ് ആയിട്ട് വരുന്നത് കേട്ടോ. സെൻ കാർബണിലുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കേട്ടോ. കട്ട് ചെയ്തിട്ട് നമുക്ക് ഡോൾഫിൻ എന്ന ബ്രാൻഡിൻ്റെ ക്ലോക്ക് വയ്ക്കാനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ട, ആൾക്കാർ പോരായ്മ എന്ന് കരുതുന്ന ഒരു സംഭവമാണ് പവർ സ്റ്റിയറിംഗ് ഇല്ല ഇതിൽ. ഇത് LX വേരിയൻ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് ഇതുവരെ എനിക്ക് പവർ സ്റ്റിയറിംഗ് ഒരു കുറവായിട്ട് തോന്നിയിട്ടില്ല ഇതിനകത്ത്. കാര്യം വെച്ചാൽ നമ്മൾ കറക്റ്റ് എയർ പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല സുഖമാണ്. വണ്ടി ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ തിരിക്കാനൊക്കെ നല്ല സുഖമായിട്ട് ഓടിക്കാൻ. ഞാൻ എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ വീഡിയോ കാണിച്ചു തരാം. അതേപോലെ സെന്നെ ഓടിക്കുന്ന ഒരു ഫീൽ, ഒരു പ്രത്യേക ഫീലാട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പവർ സ്റ്റിയറിംഗ് പോലും ഇല്ല, എന്നിട്ടും അനായാസമായിട്ട് എനിക്ക് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ വണ്ടി ഭയങ്കര സ്മൂത്താണ്, എഞ്ചിൻ നോയിസോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് ഭയങ്കര കുറവാണ്. പിന്നെ 12 ഇഞ്ച് വീൽസ് കിടക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ തിരിക്കാനകത്തൊരു ആട്ടം ഉണ്ട് വണ്ടിക്ക്. അത് നമ്മൾ 13 ഇഞ്ച് അല്ലെങ്കിൽ 14 ഇഞ്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് നിഷ്പ്രയാസം സോൾവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ സെന്നെ ഓടിക്കണ ആ ഫീൽ നിങ്ങൾക്ക് നല്ലോണം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. സീറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് പൊടിക്ക് കൂടുതൽ ബാക്കിയിട്ടേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് മാക്സിമം നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. അടിപൊളിയാണ്. ആ സ്പോട്ട് ഫീൽ നമുക്ക് കിട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ ലോവർഡ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും എത്ര ദൂരം വേണേലും. പിന്നെ പഴയ വണ്ടിക്കുള്ള ഒരു പ്രോബ്ലം ആണത്, നമ്മൾ AC ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു പവർ ലോസ് പോലെ ഫീൽ ചെയ്യും, ഒരു പിടുത്തം ഉണ്ടാവും. അത് പഴയ വണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പഴയ വണ്ടിക്ക് മിക്ക വണ്ടിക്കും ഈ പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ട്, പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വേർഷനായിട്ട് പോലും എനിക്ക് ഒരു വിരലുകൊണ്ടൊക്കെ സ്റ്റിയറിംഗ് സുഖമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റെബിലിറ്റി ആണ് ഈ വണ്ടിയുടെ മെയിൻ. എത്ര നിങ്ങൾ 120 കയറ്റിയാൽ പോലും ഈ വണ്ടിയിൽ വിറയലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വരില്ല. വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കും. അത്ര കോൺഫിഡൻസ് ആണ് നമുക്ക് സെന്നെ ഓടിക്കുമ്പോൾ കിട്ടണത്. വേറെ കാര്യം എടുത്തു പറയേണ്ടത്, ഹെഡ്ലൈറ്റ്സ് ഭയങ്കര പവർഫുള്ളാണ്. അടിപൊളി പവർഫുള്ളാണ്. പിന്നെ ഈ കാണുന്നത് ഇൻഡിക്കേറ്റേഴ്സ് അല്ല, ഇതിൻ്റെ പാർക്ക് ലൈറ്റ്സ് ആണ്. ഇതാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ. ഇവിടെ ചിലവർ ഫോഗ് ലാമ്പ് പോലെ ആഡ് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ടാണ് കാണാൻ. പിന്നെ അതിൻ്റെ ബമ്പർ ലിപ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി വേറെ ലെവലാണ് കാണാൻ. ഇത് നമ്മളെന്തായാലും കുറച്ച് പണിയുള്ള വണ്ടിയാണ്, എന്നെ കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ ഇതിൻ്റെ. പിന്നെ ഫ്രണ്ട് പോലെ തന്നെ മനോഹരമാണ് ഇതിൻ്റെ ബാക്ക്. കറക്റ്റ് JDM ലുക്ക്, സെറ്റപ്പാണ്, ഒരു രക്ഷയില്ല. ചിലവർ ഇവിടെ ഡിഫ്യൂസറൊക്കെ, പക്ഷേ എനിക്ക് ഈ OG ലുക്കായിട്ട് ഇഷ്ടം. പിന്നെ ചിലവർ മറ്റേ ഈ ടെയിൽ ലൈറ്റ്സ് സ്വിച്ച് ചെയ്ത് വേറെ കയറ്റാറുണ്ട്, പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ഈ സ്റ്റോക്ക് ടെയിൽ ലൈറ്റ്സാണ് ഇഷ്ടം. പിന്നെ VXI വേരിയൻറ്റിലേക്ക് ഇവിടെ ബാക്കിൽ വൈപ്പർ വന്നു, പക്ഷേ ബാക്ക് വൈപ്പർ എനിക്ക് വലിയ ഉപകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ മിക്കവരും ഇവിടെ സ്റ്റിക്കറൊക്കെ അടിച്ച് ടിൻറ്റ് ചെയ്യും, പിന്നെ നമുക്ക് ബാക്ക് കാണാൻ പറ്റില്ല. അതിനും ഭേദം നമുക്ക് തന്നെ മിററിൽ ബാക്ക് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സൈഡ് ലുക്കും അടിപൊളി കേട്ടോ. എൻ്റെ ഹാച്ച് ബാക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിൻ്റെ. പിന്നെ എൻ്റെ റൈഡിങ് കംഫർട്ട്, എനിക്ക് അത്യാവശ്യം നല്ല പൊക്കമുള്ള, ഏകദേശം 6 അടിക്കകത്ത് പൊക്കമുണ്ട് കേട്ടോ. ലോങ് റൈഡ്സൊക്കെ എനിക്ക് പോകുന്നത് എനിക്ക് ചെറിയ നടുവേന എടുക്കാറുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഈ വണ്ടി. ഇപ്പം എനിക്ക് മാത്രമാണെന്ന് പറഞ്ഞാൽ എനിക്ക് നടുവിന് ഇച്ചിരി പ്രശ്നമുള്ള ആളാണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് വരുന്നത്. എൻ്റെ ഫ്രണ്ട്സിന് യൂസ് ചെയ്തിട്ട് കുഴപ്പമുണ്ടായില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വണ്ടി പ്രായമായവർക്കാണോ നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇത് നല്ലോണം സ്പോർട്ടി ഒരു ഫീലിലാണ് എൻ്റെ സീറ്റിങ്. അതായത് പ്ലാറ്റ്ഫോമിൽ ഡയറക്റ്റ് ബോൾട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഈ പ്രായമായ ആൾക്കാർക്കൊക്കെ ജസ്റ്റ് കയറി ഇറങ്ങാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രായമുള്ള ആൾക്കാരെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ സെന്ന് നോക്കാണ്ടിരിക്കുക എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് വേറെ ഓപ്ഷനായിട്ട് വാഗണാറോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ നോക്കാം. പിന്നെ വണ്ടിയുടെ പാർട്സ് അവൈലബിലിറ്റി എനിക്ക് ഓൾമോസ്റ്റ് ഒരു 90% പാർട്സിന് കിട്ടാറുണ്ട് കേട്ടോ. ചില ഐറ്റംസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ മറ്റേ തുറക്കണ സംഭവം ലിഡ്, അതൊക്കെ കിട്ടാൻ ഇച്ചിരി പാടാണ്. ബാക്കി സകല സാധനം കിട്ടും. ചിലവരൊക്കെ ചുമ്മാ പറഞ്ഞാണ് ഇതിൻ്റെ സ്പെയർ കിട്ടില്ല എന്നൊക്കെ. എസ്റ്റീമിൻ്റെയും ബലോനയുടെ കിട്ടാൻ പാടാണ്, അത് നല്ല വിലയുണ്ട്. അത് സെന്നിൻ്റെ കിട്ടാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞുതരാം. കാര്യം എന്ന് വെച്ചാൽ സെൻ എന്നൊക്കെ പറയുമ്പോൾ ഓൾട്ടോ ആ കാറ്റഗറിയിലൊക്കെ കിടന്നൊരു ചെറിയ ഹാച്ച് ബാക്ക് വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് എസ്റ്റീമിനേക്കാളും ബലേനേക്കാളും ഏറ്റവും കൂടുതൽ നിരത്തിലുള്ളതും സെന്നാണ്. അതുകൊണ്ടാണ് സെന്നിൻ്റെ സ്പെയർസ് നമുക്ക് ഈസിലി കിട്ടും. പിന്നെ ഓമിനി MB5യുടെ കോയിലൊക്കെ ഈ വണ്ടിക്ക് സൂട്ടാട്ടോ. പിന്നെ AC പാർട്സും ആ സംഭവങ്ങളൊക്കെ കിട്ടും. AC അടിപൊളി കൂളിംഗ് ആണ് സെന്നിനുള്ളത്. പിന്നെ ഈ വണ്ടിയുടെ മെയിൻ്റെനൻസും തരും. ആക്ച്വലി നോ മെയിൻ്റെനൻസ് കാർ എന്ന് തന്നെ വേണമെങ്കിൽ സെന്നിനെ പറയാം കേട്ടോ. കാര്യം സാധാരണ നമ്മൾ കറക്റ്റ് ഓയിൽ ചേഞ്ചൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഈ വണ്ടിക്ക് വരില്ല. ഒരു സാധാ ബേസിക് മെയിൻ്റെനൻസ് പാർട്സിന് വളരെ ചീപ്പാട്ടോ, വളരെ ചീപ്പാണ് പാർട്സൊക്കെ. അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് തന്നെ ഒരു തലവേനയിലാണ് കൊണ്ടു നടക്കാൻ പറ്റും ഈ വണ്ടിയൊക്കെ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെന്നിൻ്റെ റീസെയിൽ വാല്യൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എസ്റ്റീമിനേക്കാളും ബലേനേക്കാളും ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ഉള്ള വണ്ടി സെന്നാട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം വിറ്റു. നമ്മൾ ഇന്ന് വണ്ടിയുടെ നാളെ ഈ വണ്ടി വിറ്റു, നമ്മളെ മാരുതി കണക്കാണ്. പക്ഷേ എസ്റ്റീമും ബലേനും അങ്ങനെ വിറ്റ് പോകാറില്ല. അടിപൊളി കാറാട്ടോ, സൂപ്പർ കാറാണ്, പക്ഷേ വിറ്റ് പോകണ പയ്യാണ് പോകുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തൂസിയസ്റ്റ് കാറാണ് കുറച്ചുകൂടി. ഇത് കുറച്ചും കൂടി പ്രാക്ടിക്കാലിറ്റി പ്ലസ് എന്തൂസിയസ്റ്റ് കാറാണ് സെന്ന്. ഏകദേശം 55,000 തൊട്ട് 1.5 ലക്ഷം 2 ലക്ഷം അതിന് മേളിലെ മോഹ വിലയാണ് സെന്നിന് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാം കേട്ടോ. പിന്നെ ഏത് മോഡൽസാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്? സെന്നിൻ്റെ കാർബറേറ്റർ വർഷം നോക്കാണ്ടിരിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മോഡലാണ്,
സെൻ MB5 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 40 HP ഉള്ള വണ്ടി, ഇത് 50 HP ആണ്. അതായത് 10 HP കുറവാണ് കാർബറേറ്ററിന്. പിന്നെ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രശ്നം കാരണം മിസ്സിങ് അങ്ങനെ കുറേ ഐറ്റംസ് സെൻ കാർബറേറ്ററിനുണ്ട്. എല്ലാ വണ്ടിക്കും വരുമെന്നല്ല പറയണേ, ചാൻസ് കൂടുതലാണ്. MB5 നമ്മൾ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. പിന്നെ മൈലേജ് കൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഉറപ്പായിട്ട് 17-20 അടുത്ത് നമുക്ക് കിട്ടും കേട്ടോ. ആവറേജ് ഇപ്പോൾ കത്തിച്ച് ഓടിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 15-16 നമുക്ക് ഈ വണ്ടിയിൽ ഉറപ്പായിട്ടും കിട്ടും, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയണേ. ആൻഡ് ലാസ്റ്റ് ഫൈനൽ വെർഡിക്റ്റ്, ഷുഡ് യു ബൈ എ സെൻ? 100% കണ്ണു മുട്ടി പറയാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു സെൻ എടുക്കാം. അത്യാവശ്യം നല്ല കണ്ടീഷൻ സെൻ ആണെങ്കിൽ എങ്ങനെയൊക്കെ വരെ 10-75 രൂപയ്ക്ക് നിങ്ങൾ എടുത്താലും 1 ലക്ഷം രൂപയ്ക്ക് എടുത്താൽ പോലും നിങ്ങൾക്ക് വേർത്താണ്. കാർബറേറ്റർ മോഡൽസ് അവോയ്ഡ് ചെയ്യുക കേട്ടോ, കാരണം മാർക്കറ്റ് ഇടിഞ്ഞ് വരേണ്ട വണ്ടിക്ക്. പിന്നെ ഈ പ്രായമായവരൊക്കെ വീട്ടിലുണ്ട്, നിങ്ങൾ ഫാമിലിക്കാരായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം, സ്ഥിരം പ്രായമുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത് മാത്രം സെൻ അവോയ്ഡ് ചെയ്യുക. കാര്യം ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ കയറി ഇറങ്ങി ഇച്ചിരി പാടാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയാണ്. നിങ്ങൾക്ക് ലോ മെയിൻ്റനൻസ് കൊണ്ടു നടക്കാം, നല്ല റിലയബിളാണ്. വണ്ടിയുടെ സ്പെയർ പാർട്സ് കിട്ടും, റീസെയിൽ വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് ട്രിപ്പ് പോകണമെങ്കിൽ ട്രിപ്പ് പോവാം. എല്ലാം കൊണ്ടും അടിപൊളി വണ്ടിയാണ്. പ്ലസ് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയ അടിപൊളി വണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് കണ്ണും പൂട്ടി നിങ്ങൾക്ക് സെൻ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ സെൻ എടുത്തവർ, സെൻ എടുക്കാൻ പോകണവർ, സെന്നിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നത്, നിങ്ങൾക്ക് എന്നോട് ധൈര്യമായിട്ട് ചോദിക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഈ സെൻ ഞാനൊരു ബഡ്ജറ്റിൽ മോഡിഫൈ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് വെച്ചോട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺ.